എല്ലാവർക്കും നമസ്കാരം. എസ്റ്റസി പരമാനന്ദം. ഈ ഒരു ശരീരവും മനസ്സും ആത്മമോചനത്തിനെ റിയലൈസേഷൻ ചെയ്യുന്നൊരു പ്രക്രിയയാണ്. മുക്തിയെ അടിസ്ഥാനപ്പെടുത്തുന്നത് ഒരൊറ്റ വാക്കിലാണ്: ആനന്ദലഹരിയെ. ഈ ശരീരവും മനസ്സും ഈ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും പരമാനന്ദ ലഹരിയിൽ അനുഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ലിബറേഷൻ, മോചനത്തിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ച്. പല ആൾക്കാരും ജീവൻ മുക്തി, സമാധി എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്ന പലരെ എനിക്കറിയാം. സമാധിയോ, ദൈവമേ സമയമായോ, ചെറുപ്പകാലത്ത് തന്നെ സമാധി പോകുന്നു, എന്താ ഇതൊക്കെ? ഞാൻ പറയാറുണ്ടല്ലോ, സമാധി എന്നർത്ഥമാക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് ധ്യാനത്തിലൂടെ നിങ്ങളൊരു പ്രകാശമാണെന്നുള്ള തിരിച്ചറിവാണ്. ഈ പ്രകാശമാണെന്ന് നിങ്ങൾ എപ്പോൾ മനസ്സിലാക്കുന്നോ അന്ന് നിങ്ങളിലേക്ക് ഉണ്ടാവുന്നൊരു കാര്യമാണ് ധാരണ. ധാരണ എന്തിനെക്കുറിച്ചാണ്? ഞാൻ എന്താണെന്നുള്ളതിൻ്റെ അർത്ഥമാണ്. ആ ധാരണ വന്നു കഴിയുമ്പം ഉണ്ടാവുന്നൊരു പ്രക്രിയയുണ്ട്, ഒരു ശൂന്യാവസ്ഥ. ആദിയോഗി ശിവനെ അർത്ഥമാക്കുന്ന ശൂന്യമെന്നാണ്. ആദിയോഗി ആ ശൂന്യതയിൽ ആനന്ദ നൃത്തം ചെയ്തു, നടരാജ നൃത്തമാടി. എന്താണ്? ആനന്ദത്തിലുണ്ടാവുന്നൊരു ലഹരിയുണ്ട്. ഈ ശൂന്യതയിൽ ലയിക്കുമ്പം ആനന്ദമെന്ന് പറയുന്ന, പരമാനന്ദമെന്ന് പറയുന്ന, എപ്പോഴും ആനന്ദത്തിൻ്റെ അർത്ഥം എന്താണ്? വെറുതെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് അറിയാതെ ആനന്ദമയമായുള്ള കണ്ണുനീർ തുള്ളികൾ വരുന്നു. എവിടെ നിന്ന് വരുന്നു? ശൂന്യതയിൽ നിന്നുണ്ടാവുന്നു. ആത്മനിർവൃതി, പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും സ്വസ്ഥമായിരിക്കുന്ന ഒരവസ്ഥയിൽ ആത്മാവിൻ്റെ നിർവൃതി അവസ്ഥ അനുഭവിച്ചറിയുന്നൊരു പ്രക്രിയ, ഒരു ലഹരി. ആ ലഹരിയിലേക്ക് അവരലിഞ്ഞു ചേരുന്നു. ഈ ശരീരവും മനസ്സും അതിനായുള്ള തയ്യാറെടുപ്പും നടത്തുന്നു. ഇതാണ് സംഭവിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. ഇതാണ് അടിസ്ഥാനമാക്കുന്നത്. എസ്റ്റസി ഒരു വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോൾ പിന്നെ ആത്മീയ യാത്രയിൽ നിന്ന് അവർക്കൊരു വേർചെലവില്ല. എസ്റ്റസി ഒരു തവണ നമ്മൾ രുചിച്ചറിയുമ്പം നമ്മൾ പിന്നെ അതിവിടേക്ക് മാർഗമായി നമ്മൾ പോവുകയാണ്. ഈ ശരീരത്തിന്, ഈ മനസ്സിനും ഈ ഭൂമിയിലുള്ള സർവ്വ സുഖങ്ങളും കിട്ടിയാലും പഞ്ചേന്ദ്രിയങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെടാൻ ആരംഭിക്കും. ഇതൊന്നും തന്നെ അതിൻ്റെ അത്രയും സുഖം നൽകുന്ന ഒന്നല്ല എന്നുള്ളത്. ഒന്നിനും കഴിയില്ല. ഈ പഞ്ചേന്ദ്രിയങ്ങളും ഈ ശരീരവും ഈ മനസ്സും പൂർണ്ണമായിട്ട് മറിഞ്ഞാൽ ആത്മാവിൻ്റെ പരമാനന്ദ ലഹരിയെ പിന്നെ ആ ശിവനിലേക്ക് അലിഞ്ഞു ചേരുക എന്നുള്ളതേ ഉള്ളൂ ലക്ഷ്യം. അതുകൊണ്ടാണ് ഭാരതീയ ചിന്തകൾ ഏറ്റവും കൂടുതൽ മുക്തിയെക്കുറിച്ച് സംസാരിച്ചത്. മോക്ഷം എന്ന് പറയുന്ന അർത്ഥത്തെ ഇത്രയേറെ വർണ്ണിച്ചത്. ശിവനെയും രാമനെയും അല്ലെങ്കിൽ കൃഷ്ണനെയും ഒക്കെ തന്നെ നമ്മൾ ശിവവർഷിപ്പും അതേപോലെ തന്നെ കൃഷ്ണ വർഷിപ്പും ഒക്കെ തന്നെ ചെയ്യുമ്പോഴും ഇവരെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ അവർ വലിയ വിജയികളായിക്കൊണ്ടായതുകൊണ്ടല്ല ഒരിക്കലും. രാമൻ്റെ ജീവിതം എടുത്തു നോക്കിയാലും കൃഷ്ണൻ്റെ നോക്കിയാലും ഒക്കെ തന്നെ അവരെന്ത് പ്രശ്നങ്ങളിലും അവരൊരു ആനന്ദമായിരുന്നു, അവരൊരു ആനന്ദ ലഹരിയിലായിരുന്നു. അവരിലേക്ക് സർവ്വ പ്രശ്നങ്ങളും അവരിലേക്ക് വന്നു, പക്ഷെ അതിലൊന്നും അവർ ലയിച്ചിട്ടില്ല. അവരുള്ളിൽ എന്ത് കേട്ടാലും അവരുള്ളിലൊരു സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെ ഒരു അനുഭവം കണ്ടു മറ്റുള്ളവർ. അത് അവരെ വർഷിപ്പ് ചെയ്യാൻ ആരംഭിച്ചു. അതാണ് നമ്മുടെ ഈ ഒരു ഭാരതീയ ചിന്തയിൽ രാമനും കൃഷ്ണനും ഒക്കെ കൊടുത്ത പ്രാധാന്യവും. ആത്മാവെന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്ത, ആത്മാവിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്നതാണ് സ്നേഹമെന്നും ആനന്ദമെന്നും പരമാനന്ദമെന്നും ഒക്കെ തന്നെ മനസ്സിലാക്കുകയും അതിലേക്കുള്ള മാർഗമാണ്, അതിലേക്കുള്ള മാർഗം മുക്തിയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സമാധിയുള്ളൂ, മഹാസമാധി എന്ന് പറയുന്നൊരു നിർവ്വാണാവസ്ഥ. അതാണ് അതിനെ അർത്ഥമാക്കുന്നത്. പല ആൾക്കാരും സാധനയിലൂടെ ഗുരുജിയും ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് ഞങ്ങളുടെ 114 ചക്രങ്ങളും കൂടി അങ്ങ് ഉണർത്തി തന്നൂടെ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ആ മുക്തിയിലേക്ക് അങ്ങ് ലയിച്ചു തരാമല്ലോ എന്ന്. തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളോട് ആ ആഗ്രഹത്തിലേക്ക് പ്രവർത്തിക്കണമെന്നുണ്ട്. പക്ഷേ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, പല ആൾക്കാരും ഈ എസ്റ്റസി എന്ന് പറഞ്ഞില്ല, കുണ്ടലിനി ചൈതന്യം ഉയർന്ന ആജ്ഞയുടെ മുകളിൽ, ഞാൻ പറഞ്ഞില്ല ആജ്ഞ ഇരിക്കുന്ന ചക്രം ദാ ഈ ഒരു ഭാഗമാണ്. കുണ്ടലിനി വന്ന് നിൽക്കുന്ന ഭാഗമെന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഇവിടെ നിന്ന് ഈ ഊർജത്തെ പൂർണ്ണമാക്കുമ്പോഴാണ് സഹസാര എന്ന് പറയുന്ന ദൈവിക ചക്രം നമ്മളിലെ ഇവിടെ ഉണ്ട്. പക്ഷേ അത് ദൈവികമാണ്. ഇപ്പം നമ്മുടെ ഈ ഭൗതിക ശരീരത്തിൻ്റെ അടിസ്ഥാന ക്രമത്തിലില്ല, അത് സൂക്ഷ്മമാണ്.
അത് ദൈവിക ചക്രമാണ്. അതെന്ന് നമ്മളീ വരുന്നു അവിടെ നമ്മൾ സദാസമയം അലിയാൻ ശ്രമിക്കും. അല്ലെ പ്രകാശമായി നമ്മൾ ലയിച്ചു ചേർന്നിരിക്കും സദാസമയം. അപ്പം 114 ചക്രത്തിലാണ് ഈശ്വരനാവുന്ന ശുദ്ധബോധമാവുന്ന നമ്മളും. 114 ചക്രമാണ് എക്സ്റ്റസിയുടെ പൂർണ്ണമായിട്ടും. അത് ജീവനോട് ഞാൻ ഇരിക്കുമ്പം എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ ഒരു ലൈഫ് ടൈമിൽ ഞാൻ സമാധി പോകുമ്പോൾ നിങ്ങളെ ഒപ്പം കൊണ്ടുപോകാനാണ്. എൻ്റെ ഒപ്പം വന്നു ചേരുന്ന അത്രയും ആൾക്കാരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ആ ലഹരിയിലേക്ക്. അപ്പം അതിനു വേണ്ടി വരുന്നവരെ തീർച്ചയായിട്ടും പരിശീലിപ്പിക്കും. അല്ലാതെ നമുക്ക് ഓൺലൈനായിട്ട് 114 ചക്രങ്ങളൊക്കെ ഉണർത്തി തരും. ഇപ്പോൾ ബ്രാഹ്മി 21 ഡേയ്സിൻ്റെ റിവ്യൂസ് കണ്ടിട്ട് ചോദിച്ചു, ഗുരുജി നിങ്ങൾക്ക് എന്ത് 21 ചക്രങ്ങൾ ഇതാക്കാതെ 114ലേക്ക് കയറിക്കൂടെ എന്ന്. 114 കയറിയാൽ നിങ്ങൾ സദാസമയം എക്സ്റ്റസി ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഭൗതികപരമായും അതേസമയം ഈ ഒരു രീതിയിൽ ആത്മീയപരമായിട്ട് നിലനിന്ന് പോകാനായിട്ട് 21 ചക്രങ്ങളുടെ ആവശ്യമുള്ളൂ. അതേസമയം നിങ്ങൾ 114ലേക്ക് കയറുമ്പം അതിന് പൂർണ്ണമായിട്ടും ഒരു ഗുരുകുലത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിലായി മാറേണ്ടി വരും. അതിനെപ്പം നിങ്ങൾ ഉറങ്ങുന്നു, എപ്പം നിങ്ങൾ എണ്ണിക്കുന്നു, നിങ്ങളുടെ സാധന ക്രമീകരണം എങ്ങനെയാണ്, നിങ്ങൾ ഏത് ഭക്ഷണം കഴിക്കുന്നു, ഇങ്ങനെയുള്ള ക്രമീകരണത്തിലൂടെ മാത്രമേ 114ാമത്തെ ചക്രത്തിലേക്ക് നിങ്ങളെ കടത്തിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ. ഗുരുവിനോടൊപ്പം നിന്നുകൊണ്ടുള്ള ക്രമീകരണത്തിൽ മാത്രമാണ് 114ാമത്തെ ചക്രത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അത് വളരെ പ്രാധാന്യമാണ്. പലരും കുണ്ടലിനി സാധന എന്ന് കേൾക്കുമ്പം, എക്സ്റ്റസി എന്ന് കേൾക്കുമ്പം തന്നെ ഈ പറയുമ്പോൾ തന്നെ അവർ ഉള്ളിൽ തന്നെ അവർ പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും നിന്ന് ഒരു ബുക്കിൽ നിന്നോ കാര്യങ്ങളോ കേട്ടറിഞ്ഞുകൊണ്ട് പരിശീലിച്ച പല ആൾക്കാരെ നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഈ ഒരു ലൈഫ് ടൈമിൽ ഒരു പുതിയ ജന്മം എടുക്കുന്ന ചില ആൾക്കാർക്ക് അവർ മാനസികപരമായിട്ടൊക്കെ അവർ വൈകാരികപരമായിട്ടൊക്കെ ഉള്ള കുഴപ്പങ്ങളുണ്ടായിരിക്കും അവർക്ക്. പക്ഷേ അവർക്ക് പലതും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള സിദ്ധികളുണ്ടായിരിക്കും, പലതും പറയാൻ. പക്ഷെ അവർ വളരെ വീക്കായിരിക്കും മെൻ്റലി. അവരെ മാനസികപരമായി അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് വളരെയേറെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നവരായിരിക്കും. പക്ഷെ അവർക്ക് ബുദ്ധി വളർച്ചയില്ല, പക്ഷെ അവർക്ക് പല രീതിയിലുള്ള സിദ്ധികളുണ്ട്. ഈ കുണ്ടലിനി അമിതമായി റേസ് ചെയ്തതുകൊണ്ടാണ്. ഒരു ഗൈഡ് ഇല്ലാത്ത രീതിയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജീവനെ നശിപ്പിച്ച് കളയുന്നതും കുണ്ടലിനി ചൈതന്യമാണ്. അപ്പോൾ എക്സ്റ്റസി എന്ന് കേൾക്കുമ്പം തന്നെ പ്രോപ്പർ വേയിൽ ഞാൻ പറഞ്ഞല്ലോ അനുഭവിക്കുക. ആദ്യം എന്താണ് എക്സ്റ്റസി എന്നുള്ള ഓരോ യോഗികളും, ഞാൻ ജീവനോട് ഇരിക്കുന്ന കാലം എൻ്റെ അരികിൽ വരുന്ന എല്ലാവർക്കും തന്നെ എനിക്ക് പരമാനന്ദം എന്താണെന്ന് കൊടുക്കുവാൻ സാധിക്കും. അതാ ഊർജ്ജ പ്രക്രിയയാണ്. എന്ന് വെച്ചാൽ ഞാൻ മനുഷ്യനാണെങ്കിൽ നിങ്ങളും മനുഷ്യനാണ്. ഈ ഒരു ഈശ്വരീയ ചൈതന്യം നിങ്ങളിലുമുണ്ട്, എന്നിലുമുണ്ട്. ഒരു ബോധമാണ്. ആ ബോധത്തിൽ അലിയുമ്പം നിങ്ങൾക്ക് ആ ചൈതന്യം വന്നു ചേരും. ആ ക്രമീകരണത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് എത്തിച്ചേരുവാൻ പൂർണ്ണമായിട്ടും സമർപ്പിച്ചാലേ പറ്റുള്ളൂ. പൂർണ്ണ സമർപ്പണം. വീട്ടിലിരുന്നുകൊണ്ട് ഗൃഹസ്ഥവും അതേപോലെ തന്നെ ഒരു തലത്തിലെ എന്താ പറയുക ആത്മീയം വേണമെന്ന് ചിന്തിക്കുന്നവർക്കുള്ളതല്ല മോക്ഷം എന്ന് പറയുന്നത്. മുക്തി എന്നർത്ഥമാക്കുന്നത് ഗൃഹസ്ഥത്തിലും എല്ലാം രണ്ടിലും കൂടി ഇരുന്നുകൊണ്ട് ഭൗതികവും ആത്മീയം എന്ന് പറയുന്ന ഒരു പ്രക്രിയയില്ല. ആദ്യം തന്നെ മനസ്സിലാക്കുക, എല്ലാം ആത്മീയമേ ഉള്ളൂ. ഭൗതികം എന്ന് പറയുന്ന മനുഷ്യൻ സൃഷ്ടിച്ചൊരു പ്രക്രിയയാണ്. അപ്പം ഈ ഒരു മനുഷ്യൻ്റെ ചിന്താഗതി മാത്രമാണ് ഭൗതികമെന്ന്. ആത്മീയമെന്ന് പറയുന്നത് സർവ്വതും ആത്മീയമാണ്, എല്ലാം ഒരു ഊർജ്ജമാണ്. അപ്പം ആത്മീയപരമായി മാത്രം നമ്മൾ ഇറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് 114ാമത്തെ ചക്രത്തിലേക്ക് ലയിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം ശിവൻ്റെ ഭാവം തന്നെയാണ് സദാശിവം. സദാശിവത്തിൻ്റെ വർഷിപ്പിൽ വരുന്നതാണ് വിഷ്ണു വർഷിപ്പ്. കൃഷ്ണനും രാമനും ഒക്കെ തന്നെ മല്ലയിൽ മഹാലക്ഷ്മി ആവട്ടെ, എല്ലാം തന്നെ മഹാസരസ്വതി ആവട്ടെ, എല്ലാം തന്നെ 21 ചക്രങ്ങളുടെ അടിസ്ഥാനമാണ്. നമ്മൾ 21 ചക്രങ്ങളെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സ്റ്റസിയുടെ നമ്മൾ അനുഭവിക്കും. ഒരു ഷോക്കിങ് പോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കണ്ണിൽ നിന്ന് പരമാനന്ദ ലഹരി ഒഴുകും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ശരീരവും മനസ്സും ഇവിടെ കടന്ന് ഇങ്ങനെ കറങ്ങുന്നതിന് അർത്ഥമുണ്ടോ എന്നുള്ളത്. ഇവിടെ കടന്ന് എന്തുമാത്രം കറങ്ങുന്നോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കർമ്മത്തിൻ്റെ ഭാഗമാവുന്നുമുണ്ട്. ഇവിടെ നിന്ന് ഒറ്റ സ്റ്റോപ്പ് ഇടുക. യു പ്ലേ ഡ്രാമ. നിങ്ങളെപ്പോഴും ഈ ഡ്രാമയിൽ എന്ത് ചെയ്യും, കളിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കർമ്മവും കിട്ടും. കർമ്മത്തെ പേടിച്ച് ഓടി മാറുന്നതല്ല ഒരിക്കലും ജീവൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങൾ ജീവനായി കാണുക, ജീവൻ്റെ പരമാനന്ദത്തിൽ തന്നെ ചേരുക. പക്ഷേ ജീവൻ അർത്ഥമാക്കുന്ന ഇതൊന്നും തന്നെ, ഇതെല്ലാം നാടകീയമാണ്. ഞാൻ എൻ്റെ ഈശ്വരീയ സാക്ഷാത്കാരത്തിലൂടെ മനസ്സിലാക്കിയത് ഇത് മാത്രമാണ്, എല്ലാം നാടകീയമാണ്. ഈ നാടകത്തിൽ നിന്നുള്ള മോചനമാണ് സമാധി എന്ന് പറയുന്നത്. അതൊരിക്കലും ദുഃഖമല്ല, അത് പരമാനന്ദ ലഹരിയാണെന്ന് നമ്മുടെ ശരീരവും മനസ്സും ഓരോ കോശങ്ങളും അനുഭവിച്ചറിയുക. അല്ലേ, നിങ്ങൾ ഓരോ കോശങ്ങളിലും, നിങ്ങളുടെ ഓരോ കോശങ്ങളിലും ആനന്ദം നിറഞ്ഞു തുളുമ്പുമ്പം നിങ്ങൾ എന്ത് ചെയ്യും? ആ പ്രകാശമായി അലിഞ്ഞു ചേരും. ഇതാണ് ആത്മമോചനം, മുക്തി എന്നർത്ഥമാക്കുന്നത്, എക്സ്റ്റസി എന്നർത്ഥമാക്കുന്നത്. അതിന് തയ്യാറെടുപ്പ് വളരെ വലുതാണ്, വളരെ വലുതാണ്. നമ്മൾ ആത്മീയപരമായി തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ മാത്രമേ ഈശ്വരീയ സാക്ഷാത്കാരത്തിനെ അർത്ഥമാക്കുന്നത് നിങ്ങൾ അതിലേക്ക് കൊടുക്കുന്ന തീവ്രതയാണ്.
നിങ്ങളുടെ എന്തുമാത്രം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തമാശയായിട്ടാണോ ഈശ്വരീയ സാക്ഷാത്കാരം കാണുന്നത്, അതോ ഇതൊക്കെ കേട്ടുകൊണ്ടുള്ള വാക്കിലുണ്ടാകുന്ന അട്രാക്ഷനാണോ? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്നാണോ തീവ്രമായി കൊണ്ട് ആ വാഞ്ചന കത്തുന്നത്, അതിലേക്ക് നിങ്ങൾക്ക് ലയിക്കണം എന്നുള്ള പ്രക്രിയ വരുമ്പം നിങ്ങൾ ഒന്നിനെ മാറ്റണ്ട. നിങ്ങൾ ചിന്തിക്കുന്ന ഭൗതികതയോ നിങ്ങൾ ചിന്തിക്കുന്ന തലങ്ങളോ ഒന്നും തന്നെ അല്ല ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയത ഒരു ലഹരിയാണ്. ആ ലഹരിയിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? ഒരു ലഹരി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലഹരി നിങ്ങൾ അലിഞ്ഞു ചേരും. അതൊരു ബുക്കിൽ നിന്ന് കിട്ടുന്നതല്ല, സ്വന്തം അനുഭവ സമ്പത്തിലൂടെ, സ്വന്തം അനുഭവത്തിലൂടെ കടന്നു പോകുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. സീക്കിംഗ് ആണ്, അറിഞ്ഞുകൊണ്ട് പോകുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ അതിലേക്ക് അലിഞ്ഞു ചേരുക. എസ്റ്റസി അർത്ഥമാക്കുന്നത് ഈ നാക്കുകൾ കൊണ്ടും ഇത് ചെറിയ രീതിയിൽ വചനം പറയാനേ പറ്റുള്ളൂ. അത് അനുഭവിച്ചറിയേണ്ട ഒരു പ്രക്രിയയാണ്. ഇപ്പം നിർവാണ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിർവാണ അർത്ഥമാക്കുന്ന ഒരു ഇംഗ്ലീഷ് പദമാണ് ബ്ലിസ് ഓഫ് കോൺഷ്യസ് എന്ന് പറയുന്നത്. അതിൽ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ പലവരിലും അത് കണ്ടിട്ടുണ്ടാവും. എപ്പോഴും തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആ ലഹരിയിലേക്ക് ഒരു തവണ നിങ്ങൾ അതിൻ്റെ സ്പർശനം പറഞ്ഞാൽ പിന്നെ അതായി ചേരുക എന്നുള്ളതേ ഉള്ളൂ. അതിലേക്ക് അലിയും. അതാണ് അതിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത്. അവരുടെയൊക്കെ ഓരോ കോശങ്ങളിൽ പോലും ആനന്ദം കൊണ്ട് നിറയുകയായിരുന്നു. നിങ്ങൾക്കുമുണ്ട് അവസരം ലഹരി അനുഭവിച്ചറിയാൻ. യുവർ ഓൺ ഡിസിഷൻ അല്ലേ? നമ്മൾ ലഹരി അറിഞ്ഞാൽ പേടിക്കരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആത്മീയതയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരെപ്പോഴും മനസ്സിലാക്കണം, നിങ്ങൾ ഒരു കൗതുകത്തിന് അല്ലെങ്കിൽ എസ്റ്റസി ഒന്ന് അനുഭവിച്ചറിയണമെന്നല്ല. നിങ്ങളുടെ ഇൻറ്റൻഷൻ സത്യത്തിലേക്കുള്ള മാർഗമായിരിക്കണം. സത്യത്തെ അറിയണം ഈ ശരീരവും മനസ്സും. ഞാൻ ആരാന്നുള്ള പൂർണ്ണ ബോധം എനിക്കറിയണമെന്നുള്ള ആ തിരിച്ചറിവിൽ മാത്രം വരുമ്പോഴേ നിങ്ങൾക്ക് പരമാനന്ദത്തിലേക്കുള്ള മാർഗവും തുറക്കപ്പെടും, അല്ലെങ്കിൽ ഗുരുകൃപ വന്നു ചേരുള്ളൂ. അപ്പം ഇതെല്ലാം തന്നെ അനുഭവിച്ചറിയുക. ഈ ഒരു ലഹരിയിലേക്ക് അലിയുവാനായിട്ടുള്ള മാർഗത്തിനുള്ള വഴികളാണ് ഇതിനുള്ള സാധന എന്ന് പറയുന്നതെല്ലാം തന്നെ. ഓരോ സാധനയും അർത്ഥമാക്കി 114ാമത്തെ ചക്രത്തിലെത്തുകയും ആ ശിവനാവുന്ന നിങ്ങളും അതും ഒന്നായിരിക്കുന്ന ബോധത്തിലേക്ക്, ഈ ആനന്ദ ലഹരിയിലേക്ക് അലിഞ്ഞു ചേരുക. എല്ലാവർക്കും നമസ്കാരം.